Rebirth. നമസ്കാരം. 2019 ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. പുനർജന്മത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുനർജന്മത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ ഒരു എത്തിനോട്ടം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും സ്ഥാപിക്കാനോ തെറ്റിദ്ധാരണ പടർത്താനോ വേണ്ടിയല്ല. നമ്മുടെ പരിമിതമായ ഇന്ദ്രിയജ്ഞാനത്തിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. നമ്മുടെ ബുദ്ധിതലത്തിൽ നാം വികസിപ്പിച്ച സാങ്കേതിക വിദ്യയ്ക്ക് മനസ്സിലാക്കാനും തെളിയിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായി ചിന്തകളാണ്. ചില തെളിവുകൾ ചേർത്ത് വെക്കുമ്പോൾ ആ ചിന്തകൾക്ക് ആഴവും വ്യാപ്തിയും കൂടുന്നത് പോലെ. ആദ്യത്തേത് ശാന്തിദേവി. ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു കേസാണ് ശാന്തിദേവി റീഇൻകാർണേഷൻ കേസ്. 1926 ഡൽഹിയിൽ ജനിച്ച ശാന്തിദേവി 4 വയസ്സ് മുതൽ തന്റെ പേര് ലുപ്തിദേവിയാണെന്നും തന്റെ വീട് മധുരയാണെന്നും തുടങ്ങി ഭർത്താവിന്റെ അമ്മയുടെ പേരുകൾ, കുടുംബ പശ്ചാത്തലം എന്നിവയെല്ലാം വിവരിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ അത് വളരെ വിവാദമായ ഒരു കേസായിരുന്നു. തുടർന്ന് മഹാത്മാഗാന്ധി ഈ വിഷയത്തിൽ താല്പര്യമെടുക്കുകയും 15 അംഗ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണ കമ്മീഷൻ ശാന്തിദേവിയുടെ വാദങ്ങൾ വിശദമായി പരിശോധിച്ച് വളരെ ഗൗരവപൂർവ്വം കണ്ട കാര്യങ്ങൾ വ്യക്തികളെ വ്യക്തമായി തിരിച്ചറിയുന്നതും സ്വകാര്യ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതുമാണ്. എന്നാൽ ഇത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു അന്വേഷണമായിരുന്നില്ല. ശാസ്ത്രീയമായി പുനർജന്മമുണ്ടെന്ന് സമിതി പ്രസിദ്ധീകരിച്ചിട്ടുമില്ല.